ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് അല്ലെങ്കിൽ സംസാരിക്കുന്നത് അഡീനിയം പ്ലാന്റിൻ്റെ കോഡെക്സിനെ കുറിച്ചാണ്. ഈ കോഡെക്സ് പല ആകൃതിയിലും പല രൂപത്തിലും ഒരിക്കലും ഒരു അഡീനിയം പ്ലാന്റിൻ്റെ കോഡെക്സ് ഒരുപോലെ ഒന്നിച്ച് എനിക്ക് ഇതുവരെയും വന്നിട്ടില്ല. എല്ലാത്തിനും പ്രത്യേകമായ വിവിധമായിട്ടുള്ള ആകൃതിയാണ്. പിന്നെ അതിന് ഉണ്ടാകുമ്പം തന്നെ ഒരു ആകൃതിയിൽ അത് ഉണ്ടാവുമെങ്കിലും പിന്നീട് നമ്മുടെ ഇഷ്ടപ്രകാരം നമുക്ക് മനസ്സിനിണങ്ങിയ രീതിയിൽ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ ഉദിച്ചു വരുന്ന ഭാവനയിൽ ഇതിനെ നമുക്ക് രൂപപ്പെടുത്തി എടുക്കാൻ പറ്റും. അത്രയ്ക്ക് ഭംഗിയാണ് ഇതിൻ്റെ ആകൃതി കാണുവാനായിട്ട്. കാരണം നമുക്ക് ഒരു പ്ലാന്റിനെ ഒരേപോലെ കാണാനായിട്ട് പറ്റത്തില്ല. അടുത്ത പ്ലാന്റ് നോക്കുമ്പം അതിനേക്കാട്ടിലും വ്യത്യസ്തമായിട്ടുള്ള വേറൊരു ഭാവത്തിലോ ആകൃതിയിലോ ആയിരിക്കും നമ്മുടെ മനസ്സിലത് ഉൾക്കൊള്ളുന്നത്. അപ്പോൾ ഇതിൻ്റെ പൂക്കളെക്കാട്ടിലും കൂടുതൽ എല്ലാവരും ആകർഷിക്കുന്ന ഇതിൻ്റെ കോഡെക്സ് അല്ലെങ്കിൽ ഇതിൻ്റെ ചുവട് ഭാഗമാണ്. നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ പറയും, അയ്യോ അതിൻ്റെ ചുവട് ഭാഗം കണ്ടോ, അല്ലെങ്കിൽ അതിൻ്റെ ആ കോഡെക്സിൻ്റെ ഭാഗം കണ്ടോ, ഇതെന്താ ഇങ്ങനെ, അയ്യോ ഇതൊരു രസമുണ്ടല്ലോ, ഇതൊരു വെറൈറ്റി ആണല്ലോ എന്ന് നമ്മൾ ചിന്തിച്ചു പോവും. അതാണ് അഡീനിയം പ്ലാന്റിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അപ്പോഴിതിൻ്റെ പൂവും ഇതിൻ്റെ ഈ കോഡെക്സും എല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് അഡീനിയം പ്ലാന്റ് മറ്റുള്ള ചെടികളെക്കാട്ടിലൊക്കെ ഒരു വ്യത്യസ്തത നിറഞ്ഞ ഒരു പ്ലാന്റാണ്. ഈ അഡീനിയം പ്ലാന്റിൻ്റെ കോഡെക്സ് കണ്ടോ, ഇതൊരു പ്രത്യേക രീതിയിലാണ്. ഞാൻ എപ്പോഴും ഇതിനെ ഇങ്ങനെ ശ്രദ്ധിക്കാറുണ്ട്. ഇതിൻ്റെ വേരുകളെല്ലാം ഒന്നൊന്നിനോട് ചേർന്ന്, അത് പലപ്പോഴും ഞാൻ മുറിച്ച് കളയാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് അത് ഒത്തിരി വലിപ്പം വന്നുപോയി. അപ്പോൾ അത് വേറൊരു ആകൃതിയിലാക്കി ഞാനിങ്ങനെ വെച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ചില വേരുകളൊക്കെ ഞാൻ മുറിച്ച് കളഞ്ഞതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, മുകളിലോട്ട് പൊങ്ങി നിൽക്കുന്നത്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയും ഭാഗം അഴുകിപ്പോയത് കൊണ്ടാണ് അത് അവിടം കൊണ്ട് അങ്ങനെ അങ്ങ് നിർത്തിയിരിക്കുന്നത്. ഈ അഡീനിയം പ്ലാന്റിൻ്റെ കോഡെക്സ് കണ്ടോ, ഭയങ്കര വലുപ്പമാണ്. ഭയങ്കര വലുപ്പമെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ രണ്ട് കൈ കൊണ്ടും പിടിക്കാൻ പറ്റാത്തതുപോലെയാണ് ഇതിൻ്റെ കോഡെക്സ്. ഇതൊരു 4 വർഷമായ പ്ലാന്റാണ് കേട്ടോ. അന്നേരത്തേന് ഇത്രയും വലുപ്പം ഇതിന് വന്നു കഴിഞ്ഞു. കോഡെക്സ് വലുതാകുന്ന അനുസരിച്ച് നമ്മൾ അതിൻ്റെ ചട്ടികൾ മാറി കൊടുക്കണം. ഇത് വലിപ്പം വെക്കുന്ന അനുസരിച്ച് ഒന്നീ ചട്ടി പൊട്ടിപ്പോകാനോ അല്ലെങ്കിൽ ചട്ടിക്ക് വെളിയിൽ കോഡെക്സ് വരാനോ സാധ്യത വളരെ കൂടുതലാണ്. അപ്പം അതിൻ്റെ വളർച്ച അനുസരിച്ച് അതിനാവശ്യമായ ഒരു ചട്ടി നമ്മൾ നൽകി കൊടുക്കണം. അങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് ഈ ചട്ടിയിൽ നിന്ന് നമ്മൾ ഈ അഡീനിയം പിഴുതെടുക്കുമ്പോൾ അതിൻ്റെ മണ്ണിലോട്ടായിരുന്നതിൻ്റെ ഒരു 1/4 ഭാഗം മണ്ണിന് മുകളിലാക്കിയിട്ട് പിന്നെ നമ്മൾ നടാവൂ. അതിൻ്റെ ഒരു 1/4 ഭാഗം മാത്രമേ പിന്നെ മണ്ണിലോട്ട് ആകാവൂ. അപ്പോൾ ആ മുകളിലോട്ട് വെക്കുന്ന ഭാഗം പിന്നെ കാലക്രമേണ അത് വലിപ്പം വെക്കുകയും പല ആകൃതികളിലായിട്ട് വരികയും ചെയ്യും. ആ സമയത്ത് ആവശ്യമില്ലാതിരിക്കുന്ന കുഞ്ഞു കുഞ്ഞു വേരുകളുണ്ട്, അത് നമ്മൾ കട്ട് ചെയ്ത് കളയണം. ഇതൊക്കെ ചെയ്യുന്നത് മഴ സീസണിലാകരുത് കേട്ടോ. മഴയുള്ള സമയത്ത് അഡീനിയത്തിനെ തൊടുക പോലും ചെയ്തേക്കരുത്. അതിന് ആ സമയങ്ങളിൽ ആ മുറിവ് വരുന്ന ഭാഗങ്ങളിൽ കൂടെ വെള്ളം ഇറങ്ങി പെട്ടെന്ന് തന്നെ അഡീനിയം അഴുകിപ്പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പം ഈ മഴ സമയങ്ങളിൽ ഇനിയും അഡീനിയം പ്ലാന്റിനെ തൊടുക പോലും ചെയ്യരുത്. എൻ്റെ കൈവശം തീരെ കുഞ്ഞു പ്ലാന്റ് മുതൽ, അതായത് ഒരു 4 മാസം ആയ പ്ലാന്റ് മുതൽ 10-17 വർഷം വരെ പഴക്കമുള്ള പ്ലാന്റുകളുണ്ട് കേട്ടോ. അപ്പോഴതിൻ്റെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളെക്കുറിച്ച് എനിക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ കഴിയും. മറ്റൊരു പ്ലാന്റും അത്രയ്ക്ക് പറ്റത്തില്ലെന്നാണ് എൻ്റെ ഒരു ചിന്താഗതി കേട്ടോ. അതുപോലെ തന്നെ അഡീനിയം പ്ലാന്റിന് നമ്മൾ പറയും അതിന് മുറിപ്പാടുകളിൽ വെള്ളം വീഴും, അല്ലെങ്കിൽ അത് അഴുകിപ്പോവും, പെട്ടെന്ന് ഇത് നശിച്ചു പോകുന്ന പ്ലാന്റാണ്. ശരി തന്നെയാണ്, പെട്ടെന്ന് നശിച്ചു പോകും. ഓർക്കാപ്പുറത്ത് നമ്മൾ ചെന്ന് നോക്കുമ്പോൾ മുഴുവൻ അഴുകിയിരിക്കുന്നതായിരിക്കും കാണുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കുഴപ്പം ഈ പ്ലാന്റിനുണ്ട്. പക്ഷേ നമ്മളിതിനെ നല്ല മൂർച്ചയുള്ള നല്ല വൃത്തിയുള്ള ഒരു കത്തിയും കൊണ്ടോ ബ്ലേഡും കൊണ്ടോ ഇതിനെ അതിൻ്റെ രീതിയിൽ ആകൃതിയിലൊക്കെ ആക്കിയെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതേ ഉള്ളൂ. ഒന്ന് നല്ല വൃത്തിയുള്ള ബ്ലേഡായിരിക്കുക, അല്ലെങ്കിൽ നല്ല വൃത്തിയുള്ള കത്തിയായിരിക്കണം. അതല്ല ഇനി അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒരിക്കലും വെള്ളം വീഴുന്നൊരു ഭാഗത്ത് ഇതിനെ വെക്കരുത്. വെള്ളം ഇതിലൊട്ടും തൊടാൻ പറ്റത്തില്ല. അപ്പം ഈ മുറിപ്പാടുകളിൽ വെള്ളം വീഴുമ്പോഴാണ് ഏറ്റവും കൂടുതൽ അഡീനിയം പ്ലാന്റ് നശിച്ചു പോകാനായിട്ടുള്ള കാരണം. അതുകൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ഇതിനെ ഓരോ രീതികളിലാക്കി എടുക്കാൻ ശ്രമിക്കുമ്പം
മഴയുള്ള സീസണിൽ ഈ അഡീനിയം പ്ലാന്റിന് നമ്മൾ ഒരു കാരണവശാലും മുറിവ് വരുത്താനായിട്ട് പാടുള്ളതല്ല. ആ ഒരു കാര്യം അഡീനിയം പ്ലാന്റിൽ ശ്രദ്ധിച്ചാൽ മതി. ബാക്കി പിന്നെ ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു പ്ലാന്റാണെന്നേ. അതിൻ്റെ പൂക്കൾക്കൊക്കെ എത്ര മനോഹരമാണ്, അതിനെ കാണാൻ എന്തൊരു ഭംഗിയാണ് അല്ലേ. ഞാനിതിനെയൊക്കെ ഒത്തിരി സ്നേഹിക്കുന്നു. ഞാൻ ഒത്തിരി ഇതിൻ്റെ പൂക്കൾ അല്ലെ ഇതിൻ്റെ കോഡക്സുകളൊക്കെ ഒത്തിരി ആസ്വദിക്കുന്നുണ്ട്. അപ്പം എനിക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ എൻ്റെ മനസ്സിനിണങ്ങുന്ന ഒരു പ്ലാന്റാണ് അഡീനിയം. അഡീനിയത്തിനെ വളർത്താൻ ഒരു പാടുമില്ലതേ. ഇങ്ങനെയുള്ള 1-2 കാര്യങ്ങൾ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, ബാക്കി ഒരു പ്രശ്നവുമില്ല. ഞാൻ ഏറ്റവും കൂടുതൽ എനിക്ക് വളർത്താനായിട്ട് അല്ലെങ്കിൽ നമുക്ക് താല്പര്യമുള്ളൊരു പ്ലാന്റാണ്. അപ്പോൾ അത് നിങ്ങളിൽ എത്തിക്കുക, നിങ്ങളും ഈ സൗന്ദര്യവും അല്ലെങ്കിൽ ഇതിൻ്റെ ഭംഗിയും ആസ്വദിക്കുക എന്നുള്ളതാണ് എനിക്കും ഏറെ ഇഷ്ടമുള്ളത്. അതുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ.